ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ സ്റ്റുഡൻസിന് വെറും പഠിച്ചതുകൊണ്ട്, പഠനം എന്ന് വെച്ചാൽ വായിക്കുക, എഴുതുക, അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ പോയതുകൊണ്ട് വലിയ പ്രൊഡക്ടിവിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും? ഇല്ല എന്നതാണ് ഉത്തരം. അതിലേക്ക് ചെറിയ ടൈനി പ്രൊഡക്റ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വലിയ ചേഞ്ച് നമ്മുടെ ലൈഫിൽ മൊത്തം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്ത 5 ഹാബിറ്റ്സ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒന്നാമത്തതാണ് 5 മിനിറ്റ് റൂൾ. പലപ്പോഴായിട്ട് എനിക്കുണ്ടാവാറുള്ള ഒരു പ്രശ്നമായിരുന്നു, ഒരുപാട് നാൾ പഠിക്കാതിരിക്കും, അവസാനം പഠിക്കണം എന്നൊരു ബോധം വരുന്ന സമയത്ത് പഠിക്കാനിരിക്കും, പക്ഷേ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം എനിക്ക് പഠിക്കാൻ കഴിയാറില്ല. ഒരുപാട് സമയം പഠിക്കാനുണ്ടാവും, പക്ഷേ പഠിക്കാനൊന്നും തോന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കാരണം ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പല സ്റ്റുഡൻസും ഫേസ് ചെയ്യാറുണ്ട്. സോ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് 5 മിനിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് 5 മിനിറ്റേ ഞാൻ പഠിക്കുള്ളൂ എന്നൊരു ഇൻറ്റൻഷനിൽ പഠിക്കാൻ തുടങ്ങാം. അങ്ങനെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊരു വിഷയം, ആ ഒരു പ്രശ്നം അവിടെ നമുക്ക് സോൾവ് ആവുകയും നമുക്ക് തുടർന്ന് ഒരുപാട് നേരം പഠിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ പഠിച്ച സമയത്ത് 40 മിനിറ്റോളം ഞാനിങ്ങനെ തുടർച്ചയായി പഠിച്ചിട്ടുണ്ട്. സോ ഈ 5 മിനിറ്റ് റൂൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ് ട്രബിൾ ഇഷ്യൂ ഇല്ലാതാക്കാൻ നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തെ മെത്തേഡാണ് 50-10 മെത്തേഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡാണ് 50-10 മെത്തേഡ്. അതായത് നമുക്ക് ഒരുപാട് റീൽസും യൂട്യൂബും ഒക്കെ ഉണ്ടാവും. ലൈവ് ഇട്ട് വരെ 12-16 മണിക്കൂർ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാവുക വെച്ചാൽ റിസൾട്ട് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ബ്രെയിന് റെസ്റ്റ് അനിവാര്യമാണ്. സയൻസ് പ്രകാരം ഒരു ബ്രെയിന് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു ടാസ്കിൽ ഫോക്കസ്ഡ് ആവാൻ കഴിയുക 45 മിനിറ്റ് 50 മിനിറ്റ് മാക്സിമം. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരു പീരീഡ് എന്ന് വെച്ചാൽ 45-50 മിനിറ്റ് ആയിരിക്കും. അത്രേ നമുക്ക് ഫോക്കസ്ഡ് ആവാൻ കഴിയുള്ളൂ. സോ ഇതേ സിസ്റ്റം നമ്മുടെ സ്റ്റഡീസിലേക്കും കൊണ്ടുവരിക. പഠിക്കുന്ന സമയത്ത് 45-50 മിനിറ്റ് പഠിക്കുക, തുടർച്ചയായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോക്കസ്ഡ് ആവാൻ കഴിയും. ഒരുപാട് നേരം എനർജി ലെവൽ കുറയാതെ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പോമോഡോറോ ടെക്നിക്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കണ്ട് നിങ്ങൾ അത് കണ്ടു നോക്കാം. മൂന്നാമത്തെ മെത്തേഡാണ് ഡിസ്ട്രാക്ഷൻ പാർക്കിംഗ് ലോട്ട്. പേര് കേട്ട് നെട്ടണ്ട, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുള്ള സംഭവമാണ്. ഞാൻ പലപ്പോഴായി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ട്രിഗർ വരും. ഇൻസ്റ്റാഗ്രാം റീൽ നോക്കാൻ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ എന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളിൽ നിന്ന് വരും. അങ്ങനെ ഫോൺ നോക്കുമ്പോൾ ഒരുപാട് സമയം അവിടെ വേസ്റ്റ് ആവും. സോ ഈ ഒരു ഡിസ്ട്രാക്ഷൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ പറ്റിയ മെത്തേഡാണിത്. ഈ മെത്തേഡ് അറിഞ്ഞ മുതൽ ഞാൻ ചെയ്യാറുണ്ട്. അതായത് ഒരു ബ്ലാങ്ക് പേപ്പർ നമ്മുടെ ബുക്കിനെടുത്ത് വെക്കും, എന്നിട്ട് പഠിക്കാൻ തുടങ്ങും. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ട്രിഗറോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ, അല്ലെങ്കിൽ പഠനമല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളോ, ചില സമയത്ത് എനിക്ക് പുതിയ ഐഡിയാസൊക്കെ വരാറുള്ളത് പഠിക്കാൻ സമയത്തായിരിക്കും. എന്ത് തന്നെ ആവട്ടെ, അവിടെ അതിൻ്റെ പിന്നിൽ പോയാൽ നമുക്ക് പഠനം നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ ബ്ലാങ്ക് പേപ്പറിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇപ്പോൾ റീൽ നോക്കാനുള്ള ട്രിഗർ ആണെങ്കിലും, പുതിയ മെസ്സേജ് വന്നോ നോക്കാനുള്ള ട്രിഗർ ആണെങ്കിലും, ഡു ഇറ്റ് ലേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ബ്ലാങ്ക് പേപ്പറിൽ എഴുതി വെക്കുന്നുള്ളതാണ്. സോ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ടാസ്ക് നമ്മുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് നോക്കാം. ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ മൈൻഡിന് അവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് നമ്മുടെ മെന്റാലിറ്റി മാറും. ഇത് വേണോ, എന്തിനാ ഇപ്പോൾ ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ചോദിക്കും. സോ അതിനു വേണ്ടിയാണ് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് 1 മിനിറ്റ് ഡെസ്ക് റീസെറ്റ്. നമ്മുടെ ലൈഫിൽ മൊത്തം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ ആയിരിക്കും, വളരെ കാം ആൻഡ് പീസ് ആയിരിക്കും. നമ്മുടെ സറൗണ്ടിങ്സിൻ നല്ല രീതിയിൽ നമ്മുടെ മൈൻഡിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ പരമാവധി നമ്മുടെ പഠിക്കുന്ന ടാബിളും സറൗണ്ടിങ്സും റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി വെക്കുക. ക്ലീൻ ആക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ക്ലീൻ ആവുന്നു. ആ ഒരു രീതിയിൽ പഠിക്കുമ്പോൾ നല്ല എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. കാരണം നമ്മുടെ മൈൻഡ് ക്ലീൻ ആണ്. വേറെയും ഇമോഷൻസ്, വേറെയും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുമ്പോഴായിരിക്കും നമുക്ക് പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുക. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ലാസ്റ്റ് മെത്തേഡാണ് ടു ഡു ലിസ്റ്റ്. അതായത് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. നാളെ ഒരു ദിവസം ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പേർപ്പസ് വേണം. ആ പേർപ്പസ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിനുള്ള ഉത്തരമാണ് ഈ ടു ഡു ലിസ്റ്റ്. നമ്മൾ ഒരു മിനിമം 3 ടാസ്ക് എങ്കിലും നാളത്തേക്ക് നമ്മൾ അസൈൻ ചെയ്ത് വെക്കണം. അത് അസൈൻ ചെയ്താൽ മാത്രം പോരാ, ഏത് സമയത്ത് എത്ര സമയത്തിനുള്ളിൽ ചെയ്യും എന്ന് നമ്മൾ സെറ്റാക്കി വെക്കണം.
ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നാളത്തേക്ക് ഒരു പേർപ്പസ് ഉണ്ടാകുന്നു, നല്ല എഫക്റ്റീവായിട്ട് നാളത്തെ ദിവസം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് 5 മെത്തേഡ്സ് ആണ്. ഒന്നാമത്തത് 5 മിനിറ്റ് റൂൾ, രണ്ടാമത്തത് 50-10 മെത്തേഡ്, മൂന്നാമത്തത് പാർക്കിംഗ് ഡിസ്ട്രാക്ഷൻ ലോട്ട്, നാലാമത്തത് 1 മിനിറ്റ് ഡെസ്ക് റീസെറ്റ്, അഞ്ചാമത്തത് ടു ഡു ലിസ്റ്റ്. ഇന്ന് മുതൽ മിനിമം ഈ 5 മെത്തേഡിൽ നിന്ന് ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. നിങ്ങളുടെ സ്റ്റഡീസ് എന്നല്ല, നിങ്ങളുടെ ലൈഫ് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആക്കുന്ന 5 ഹാക്കുകളാണ്. സോ ചെയ്ത് നോക്കുക. പിന്നെ ഇഫ് യു വാണ്ട് മോർ റിയലിസ്റ്റിക് കോണ്ടന്റ് ലൈക്ക് ദിസ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ, ഈ ഇൻഫോർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ സ്റ്റുഡൻസിന് സ്റ്റഡി ഗൈഡൻസ് കൊടുക്കാറുണ്ട് 1-to-1 സെഷനിലൂടെ. സോ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.